ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്ന് 16-ാം തീയതിയാണ് ഞായറാഴ്ച. അപ്പോൾ ഇപ്പോൾ നമ്മൾ 10 ആയിട്ടുണ്ട്. ഇന്നെന്താ നേരം വൈകി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയ തൊണ്ടവേനും പനി മാരിക്കാൻ എന്തൊക്കെയോ ഉണ്ട്. അതിനോട് ഞാൻ നീക്കാൻ നേരം വൈകിപ്പോയി, ഒരു 9 മണിയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഒക്കെ കൂടി കഴിഞ്ഞ് വരുമ്പോൾ 10 ആയി. ഇനിയിപ്പോൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും തുടങ്ങാം. അപ്പോൾ ഗൈസ്, കാണാൻ പോണ ഹൈഡ്രോ കാർബൺസ് ആണ്. ഫസ്റ്റ് പാർട്ട് ഏകദേശം നമ്മൾ കാണിച്ചു തരാം. 19% കണ്ടിട്ടുണ്ട് ഇന്നലെ. ബാക്കിയുള്ള കാണുന്നതായാലും നമുക്ക് തുടങ്ങിയപ്പോൾ തരാം. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് എന്നെ കാണാതെ വേണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് കുറച്ച് വിരുന്നാർ നിന്നപ്പോൾ താഴത്തേക്ക് വരുന്നു. കുറച്ച് നേരം വൈകി പോയി. ടൈം പോകണമാണ്. നിങ്ങൾ വിചാരിക്കരുത് ഇത് സ്റ്റക്കായതാണെന്ന്. താഴത്ത് പോയതിരുന്നു ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ വന്നിട്ട് തുടങ്ങിയിരുന്നു ഇപ്പോൾ പഠിത്തം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഏകദേശം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ നേരം അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്ക് എടുക്കാതെ നോക്കി. അതിനോണ്ട് തന്നെ 1:30-ക്ക് തീർന്നു. അല്ലെങ്കിൽ ഇതൊന്നും തീരില്ല. ഞാൻ കുറേ നോട്ട് ചെയ്താനുണ്ട്. അതിനോടാണ് ടൈം നല്ല പോണ്. നല്ല രീതിയിൽ റിയാക്ഷൻസ് ഒക്കെ നോട്ട് ചെയ്താണ്ട് ഏകദേശം 5 പേജ് എഴുതി കഴിഞ്ഞു. റിയാക്ഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കുമ്പോൾ അത്യാവശ്യം ടൈം ആവുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല ഉച്ചയാണ്. ഇനിയിപ്പോൾ ബ്രേക്ക് ഇടുകയാണ്. ഫുഡ് കഴിക്കാണ്ട്. എന്തായാലും എത്ര നേരം ആവും എന്നറിയില്ല. ചിലപ്പോൾ ഒരു 2:15, 2:30 അറിഞ്ഞൂടെ. എന്തായാലും ബ്രേക്കാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഏകദേശം 2:40 ആയിട്ടുണ്ട്. നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രീൻ്റെ ക്ലാസ്സാണ് കാണാൻ പോകുന്നത്. എടുത്തു നോക്കട്ടെ. സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ് പാർട്ട് മൊത്തം കണ്ടു കഴിഞ്ഞാണ് 99 87 കാണിക്കുന്നത്. പക്ഷേ ഫുള്ള് കണ്ടിന്. ഇനിയിപ്പോൾ ഇതാണ് സെക്കൻഡ് പാർട്ടാണ്. എന്തായാലും നേരത്തെ തുടങ്ങട്ടെ. അപ്പോൾ ഗൈസ്, ഇതാണ് ചക്കവരട്ടി. ഇതിനെക്കുറിച്ച് നമുക്ക് അച്ഛമ്മനോട് ആൻറ്റീനോട് ചോദിക്കാം. ആൻറ്റി ഇതാ, അച്ഛമ്മ പറഞ്ഞോളി. ഇത് പഴുത്ത ചക്ക കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പഴുത്ത ചക്ക ഒന്ന് വാട്ടിയിട്ട് മിക്സിയിലിട്ട് അടിക്കുക. അതിന് ശേഷം നല്ലോണം ഉള്ളിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെ ഇളക്കുക. നന്നാക്കി ഇളക്കി കുറേ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിക്കുക. പിന്നെ ശർക്കരപ്പാനി ഒഴിക്കുക. ഏലക്കായ പൊടി ഇടുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കല്ലേ. കുറേ കഴിയുമ്പോൾ അത് അലുവ പോലെ ആവും. അലുവ പോലെ ആവുന്ന അച്ഛമ്മ ആവശ്യപ്പെടുന്നത്. ഒരു വർഷം വരെ കേടാവാതെ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കാതെ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി കാലം കിട്ടും. അതൊക്കെ അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പൊ എല്ലാരും ഉണ്ടാക്കണം. എല്ലാരും ഇത് ഉണ്ടാക്കുക. ചക്കവരട്ടി അത്രേ ഉള്ളൂ. അതാണ്. അപ്പോൾ ഗൈസ്, 5 മണിയായിട്ടുണ്ട് ഏകദേശം. ഇപ്പം നമ്മൾ അധികം പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇൻവേഴ്സ് ട്രിഗണോമെട്രി അധികം പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചക്കവരട്ടിൻ്റെ വീഡിയോ ഒക്കെ വെച്ചിരുന്നു. അത് വെറുതെ വെച്ചതാണ് ചക്കവരട്ടിക്ക്. അത് കഴിഞ്ഞ് ഇപ്പോൾ 5 മണിയായി. ഇൻവേഴ്സ് ട്രിഗണോമെട്രി നമുക്ക് അത്ര കണ്ട് മനസ്സിലാവില്ല പാർട്ട് 2. അപ്പം ഞാൻ അവിടെ ചേർത്ത് യൂട്യൂബ് ക്ലാസ്സസ് നോക്കി. അത് കുഴപ്പമില്ലാതെ മനസ്സിലാവേണ്ടിയിരുന്നു. ഇപ്പം നല്ല രീതിയിലുള്ള തൊണ്ടവേന ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ബ്രേക്ക് എടുക്കാൻ പോകണം. തൊണ്ടവേന നല്ല രീതിയിലുണ്ട്. ഇപ്പം എന്താണെന്നറിയില്ല. ചൂടുവെള്ളം പിടിക്കണം ഉപ്പിട്ടിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറ്. പിന്നെ ചുക്ക് കാപ്പി ഉണ്ടാക്കും. ഇനിയിപ്പോൾ എന്തായാലും ബ്രേക്ക് എടുക്കട്ടെ. ഇനിയിപ്പോൾ എന്നൊക്കെ പഠിക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോ എടുക്കൽ നിർത്തിയില്ല. ഞാൻ വിചാരിച്ച് നിർക്കുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ മാഗി ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പിയോ നൂഡിൽസ് എന്തോ ആണ്, എനിക്ക് അറിഞ്ഞുകൂടെ. അതിൻ്റെ ഇപ്പിയാണ്. 4 എണ്ണം ഉണ്ട് ഉണ്ടാക്കാൻ പോവാണ്. എന്തായാലും തുടങ്ങട്ടെ. അപ്പോൾ ഗൈസ്, തൊണ്ടവേനയ്ക്ക് വലിയ കുറവൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ലാതെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാഗി 4 പാക്കറ്റൊക്കെ ഉണ്ട്. 4 എണ്ണം ഉണ്ട് അതിനോട്. 4 എണ്ണം. അപ്പോൾ ഗൈസ്, ഈ പരുവത്തിലായിട്ടുണ്ട്. ഞാനാണ് ഇപ്പോൾ ഇളക്കുന്നത്. ആദ്യം
അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് കളർ വന്നിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി ചോപ്പാവാൻ ചാൻസ് ഉണ്ട് കളർ. നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അധികം എന്താ പറയണ്ടോ? ഒന്നും പറയില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന് പുതിയ വീഡിയോ ആയിട്ട്